സാധാരണ നമ്മള് ഡിഫൻസിൽ നിന്നാണ് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിംസ് ഒക്കെ. സോ അത് മിഡ്ഫീൽഡിൽ നിന്ന് നമ്മൾ ബാറ്റിൽസ് ജയിച്ചു തുടങ്ങി. ഇന്നലത്തെ ഗ്രാവൻബർച്ചിന്റെ പെർഫോമൻസ് കുറച്ച് നമ്മൾ യൂഷ്വലി ഇന്ന് ഡിഫറെന്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏർലി റിലീസ് ഉണ്ടായിരുന്നു. ഹി വാസ് ക്ലിയർ അബൌട്ട് ഹിസ് ഐഡിയാസ് ആൻഡ് വ്യൂസ്. സാധാരണ എടുക്കുന്ന പോലെ ഈ സമയമെടുത്ത് ബോൾ ലൂസ് ചെയ്യുന്ന ആ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. പാസിംഗ് പെർഫെക്റ്റ് ആയിരുന്നു, എക്സ്ചേഞ്ച് ഓൾസോ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഗ്രാൻബർച്ച് ചിലപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ മെക്കാലിസ്റ്റർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് നൈസ് ആക്ച്വലി. ആ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. മുമ്പ് നമ്മൾ ഈ ഒരു പൊസിഷൻ സെൻസ് ഇല്ലാതെ ചിലപ്പോൾ എല്ലാവരും കയറിപ്പോവും, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആരും ബോൾ മേടിക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് എവിടെ നോക്കിയാലും ഓപ്ഷൻസ് ഉണ്ട് പാസ് ചെയ്യാനായിട്ട്. നമുക്ക് തിരിച്ച് ഗോൾ കീപ്പർ വരെ പോകേണ്ട ആവശ്യമില്ല. മിഡ്ഫീൽഡിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. സോ ആ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. അത് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് പറയേണ്ട പെർഫോമൻസ് റോബർട്ട്സന്റെ ആയിരുന്നു. നമ്മള് കെർക്കസിനെ അവിടെ കണ്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. സോ നമുക്ക് മനസ്സിലായി സീനിയർ പ്ലെയർ കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്ന്. സോ റോബർട്ട്സൺ ആയിരുന്നു എന്റെ പ്ലെയർ ഓഫ് ദ മാച്ച്.